ഹായ് ഓൾ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SSLC കെമിസ്ട്രി 7ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങളാണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ. അപ്പോൾ നമ്മൾ 2 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദേശ രാസപ്രവർത്തനങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ അഡീഷൻ റിയാക്ഷൻസും പറഞ്ഞു. അപ്പോൾ ആ 2 വീഡിയോസ് കണ്ടിട്ട് ഇതിലേക്ക് വരാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള പുതിയ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചിത്രം കണ്ടോ, ഒരു മുത്ത് അല്ലേ. അതിനെന്താ പേര് കൊടുത്തിരിക്കുന്നത്? ഒരു മോണോമർ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള കുറേ മുത്തുകൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു വലിയൊരു മാല പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? വളരെ ചെറിയ തന്മാത്രകൾ, അതായത് ലഘുവായ തന്മാത്രകൾ അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസ് ഒക്കെ അതിന്റെ സ്യൂട്ടബിൾ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, അതിന്റെ അനുകൂല സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലമായിട്ടുള്ള താപനിലയിലും മർദ്ദത്തിലും അത് സംയോജിച്ചിട്ട്, അതുപോലെ ഇതേപോലത്തെ ഒരേപോലെയുള്ള കുറേ മോണോമേഴ്സ് സംയോജിച്ചിട്ട് എന്താ ഉണ്ടാവുന്നത്? ഒരു വലിയ ഒരു മാക്രോ മോളിക്യൂൾ ഉണ്ടാവുന്നുണ്ട്, ഒരു സങ്കീർണമായ തന്മാത്ര ഉണ്ടാവുന്നുണ്ട്. ഈ സങ്കീർണമായ തന്മാത്രയ്ക്ക് ഒരു പേര് നമ്മൾ കൊടുക്കും, പോളിമർ എന്ന് കൊടുക്കും. മനസ്സിലായോ? അപ്പം അനേകം മോണോമർ യൂണിറ്റ്സ്, അതായത് ലഘുവായ മോണോമർ യൂണിറ്റ്സ്, ഇതൊക്കെ ഓരോന്നും സിമ്പിൾ യൂണിറ്റ്സ് ആണല്ലോ. ആ സിമ്പിൾ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയൊരു മോളിക്യൂൾ ഉണ്ടായിരിക്കുകയാണ്, ഒരു മാക്രോ മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പോളിമറൈസേഷൻ വഴി നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പോളിമർ. മനസ്സിലായോ? അപ്പം ഇതിന്റെ റിയാക്ടൻസ് ആരൊക്കെയാണ്? മോണോമർ യൂണിറ്റ്സ് ആണ്. ഇന്യൂമറബിൾ നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ്സ്, ലാർജ് നമ്പർ ഓഫ് മോണോമർ യൂണിറ്റ്സ് ഇതുപോലെ അതിന്റെ അനുകൂല സാഹചര്യങ്ങളിൽ, അതായത് അതിൻ്റെതായ ടെമ്പറേച്ചറിലും പ്രഷറിലും ഇതുപോലെ ഇങ്ങനെ യോജിച്ചിട്ട് ഒരു പോളിമർ ഉണ്ടാവുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയാം. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനീഷനിലേക്ക് നോക്കിയാലോ. ഇതാണ് അതിന്റെ ഡെഫിനീഷൻ. ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂല സാഹചര്യങ്ങളിൽ ഒന്നിച്ചു ചേർന്ന സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാവുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ. ഇങ്ങനെ ഉണ്ടാവുന്ന തന്മാത്രകളാണ് പോളിമറുകൾ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ ഇപ്രകാരം സംയോജിക്കുന്ന ലഘു തന്മാത്രകളെ നമ്മൾ മോണോമറുകൾ എന്ന് പറയുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ പോളിമറൈസേഷൻ ഇസ് എ പ്രോസസ് in which a large number of simple molecules combine under suitable conditions to form complex molecules. മനസ്സിലായല്ലോ? സിമ്പിൾ മോളിക്യൂൾസ്, ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് കോംപ്ലക്സ് മോളിക്യൂൾ ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ് മോളിക്യൂൾസിനെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുന്നത്. The simple molecules which combine in this manner are called monomers. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കൊരു മോണോമറിനെ പരിചയപ്പെട്ടാലോ, അല്ലെങ്കിൽ ഒരു പോളിമറിന്. ഇവിടെ കൊടുത്തിട്ടുണ്ട് PVC, പോളിവിനൈൽ ക്ലോറൈഡ് ഈസ് എ പോളിമർ. PVC എന്ന് കേട്ടിട്ടുണ്ടല്ലോ, PVC പൈപ്പ് എന്ന് പറയൂല്ലേ നമ്മൾ, കോമൺലി യൂസ്ഡ് ഫോർ മേക്കിംഗ് പൈപ്സ്. അപ്പൊ PVCയുടെ ഫുൾ ഫോം എന്താ? പോളിവിനൈൽ ക്ലോറൈഡ് കേട്ടോ, പോളിവിനൈൽ ക്ലോറൈഡ്. ഇനി ഈ പോളിവിനൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു പോളിമറാണ്. ഏത് മോണോമർ സംയോജിച്ചിട്ടാണ് ഇതുപോലത്തെ ഈ ഒരു പോളിമർ ഉണ്ടായിരിക്കുന്നത്? ക്ലോറോഇഥീൻ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടായിരിക്കുന്നത്. അതായത് PVCയുടെ മോണോമർ എന്ന് പറയുന്നത് ആരാണ്? വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് എന്ന അതിന്റെ കോമൺ നെയിമാണ്. കെമിക്കൽ നെയിം എന്താണ്? ക്ലോറോഇഥീൻ. ഇത് രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. ക്ലോറോഇഥീൻ, വിനൈൽ ക്ലോറൈഡ്. ക്ലോറോഇഥീൻ അല്ലെങ്കിൽ അതിന്റെ കോമൺ നെയിമാണ് വിനൈൽ ക്ലോറൈഡ്. അത് ആരുടെ മോണോമറാണ്? നമ്മുടെ പോളിവിനൈൽ ക്ലോറൈഡ്, PVCയുടെ മോണോമറാണ് ക്ലോറോഇഥീൻ. ഇനി നമുക്കൊരു പോളിമറൈസേഷൻ റിയാക്ഷൻ പരിചയപ്പെടാം. നമ്മുടെ ടെക്സ്റ്റിലുള്ളത് നോക്കിക്കേ. ഇഥീൻ തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും താപനിലയിലും ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചു ചേരുന്ന പ്രവർത്തനം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇഥീൻ തന്മാത്രകൾ
നമ്മൾ പറഞ്ഞു സിമ്പിൾ മോണോമേഴ്സ് അല്ലെ, സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ടുള്ള മോണോമേഴ്സ്. ആരാണ് ഇവിടുത്തെ സിമ്പിൾ മോളിക്യൂൾസ്? ഈഥീൻ തന്മാത്രകൾ, ഈഥീൻ മോളിക്യൂൾസ് ആണ് ഇവിടുത്തെ സിമ്പിൾ മോളിക്യൂൾസ്. എങ്ങനെ? ഉന്നത മർദ്ദത്തിലും താപനിലയിലും, ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ, ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ, ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, കാറ്റലിസ്റ്റിന്റെ പേരൊന്നും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല കേട്ടോ. അങ്ങനെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. എന്നിട്ട് ഒന്നിച്ചു ചേരുന്ന പ്രവർത്തനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാണ് ഇവിടെ? പോളിത്തീൻ. ഈഥീൻ തന്മാത്രകള് പോളിത്തീനായിട്ട് മാറുന്ന ഒരു പ്രവർത്തനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എത്ര ഈഥീൻ തന്മാത്രകൾ ഉണ്ട് ഇവിടെ നോക്കിക്കേ. പ്ലസ് ഇട്ടിട്ട് കുറെ ഡോട്ടഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? n നമ്പർ ഓഫ് ഈഥീൻ മോളിക്യൂൾസ് ആണ് അവിടെ കമ്പൈൻ ചെയ്യുന്നത്. n നമ്പർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ നമ്പേഴ്സ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ n എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഇത് കണ്ടൻസ്ഡ് ഫോർമുല. ഈ ഒരു ഫോർമുല വെച്ചിട്ട് നിങ്ങൾ റിയാക്ഷൻ എഴുതിയാൽ മതി. ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു മോളിക്യൂൾ ഉണ്ടാവുകയാണ് എന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് രണ്ട് തരത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈഥീൻ തന്മാത്രകൾ ഇതിൽ കുറെ എണ്ണം ഇതുപോലെ യോജിച്ചിട്ട് ഇതുപോലെ വളരെ നീളമുള്ള ഒരു മാക്രോ മോളിക്യൂൾസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അത് n നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ n നമ്പർ ഓഫ് ഈഥീൻ തന്മാത്രകൾ കൂടി ചേർന്നിട്ട് ഇവിടെ കണ്ടോ n എന്ന് എഴുതിയത് കണ്ടോ? എന്താ അതിന്റെ അർത്ഥം? n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതിയിരിക്കുന്നത് നോക്കിക്കേ, n, നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു n കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒരു ആരോ. അതെന്താണ്? റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. എന്നിട്ട് വരുന്നത് പോളിത്തീൻ. ഇനി നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റിൽ നോക്കിക്കേ, നമ്മുടെ റിയാക്ടന്റിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. പ്രൊഡക്റ്റിൽ ഉണ്ടോ? ഇല്ല അല്ലെ. ആ ഡബിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പുറത്തും ഓരോ വര കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഈ ഒരു ഡബിൾ ബോണ്ടിൽ ഒരു വര പോയിട്ട് ഇങ്ങനെയും പൊട്ടിയിട്ട് അപ്പുറം വന്ന് ചേർന്നു. n നമ്പേഴ്സ് ഉണ്ട്. ഇതുപോലെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടെ ഉണ്ട് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മുടെ ഇവിടെ n എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് എഴുതി നോക്കിയാലോ. n ഇഥീൻ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2. അതിൻ്റെതായ കണ്ടീഷൻസിൽ, സ്യൂട്ടബിൾ ടെമ്പറേച്ചറിൽ, പ്രഷറിൽ, ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആരാ? CH2 സിംഗിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ട് പോയിട്ട് സിംഗിൾ ബോണ്ട് ആവും. ആ ഒരു വ്യത്യാസം മാത്രം. എന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന ഈ ഡബിൾ ബോണ്ട് ഇപ്പറയും നമ്മളൊന്ന് പൊട്ടിപ്പോയത് അങ്ങനെ ഒന്ന് വരയ്ക്കുക. ഇതിനെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പൊ ഈ എൻ നമ്മൾ ഇവിടെ താഴെ എഴുതുക. ഇത്രയുള്ള പോളിമറൈസേഷൻ. അപ്പൊ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു റിയാക്ഷൻ തന്നിട്ട് പൂരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, അവിടെ n എന്ന് കണ്ട ഉറപ്പിച്ചോ അത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഇനി ഒരു റിയാക്ഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അല്ല 2 എണ്ണം കൂടി പഠിക്കാനുണ്ട് കേട്ടോ. PVCയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. അതെങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നോക്കിക്കേ. PVCയുടെ മോണോമർ ആരാണ്? PVC എന്ന് പറയുന്നത് പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പൊ അതിന്റെ മോണോമറോ? വിനൈൽ ക്ലോറൈഡ് ആണ് PVCയുടെ മോണോമർ. ഓക്കെ, അപ്പൊ വിനൈൽ ക്ലോറൈഡിന്റെ സ്ട്രക്ചർ ആണ്. വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കെമിക്കൽ നെയിം എന്താ? ക്ലോറോ ഇഥീൻ അല്ലേ ഇത്? നമ്മൾ നെയിമിങ് പഠിച്ചിട്ടുണ്ടല്ലോ. CH2 ഡബിൾ ബോണ്ട് CHCl. ക്ലോറോ, 2 കാർബൺ ഉള്ളതുകൊണ്ട് ഇഥീൻ വരും. ഇവിടെ ഒരു ക്ലോറിൻ ഉള്ളതുകൊണ്ട് നമ്മൾ ക്ലോറോ ഇഥീൻ എന്ന് എഴുതും. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ അതിന്റെ ഇങ്ങനെ റിയാക്ഷൻ n നമ്പർ ഓഫ് വിനൈൽ ക്ലോറൈഡ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് റിയാക്ഷൻ നടന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? അവിടെ പോളിവിനൈൽ ക്ലോറൈഡ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഡബിൾ ബോണ്ട് ഇല്ല, പ്രൊഡക്റ്റിൽ സിംഗിൾ ബോണ്ടാണ്. അപ്പുറം ഓരോ വര ഇട്ടിട്ട് നമ്മൾ n എന്ന് താഴെ എഴുതും. ഇതാണ് PVC പോളിമറൈസേഷന്റെ റിയാക്ഷൻ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. CH2 ഡബിൾ ബോണ്ട് CHCl. n നമ്പേഴ്സ് ഉണ്ട് അല്ലെ. വിനൈൽ ക്ലോറൈഡ് ആണ് കേട്ടോ. ഇത് വിനൈൽ ക്ലോറൈഡ്. പോളിമറൈസേഷൻ നടന്നിട്ട് എന്താ ഉണ്ടാവുന്നത്? പോളിവിനൈൽ ക്ലോറൈഡ്. ഡബിൾ ബോണ്ട് അവിടെ പോയിട്ട് സിംഗിൾ ബോണ്ടായി. ഇവിടെ CH താഴെ Cl എന്ന് എഴുതാം. ഇനി ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര. നമ്മളത് ബ്രാക്കറ്റിനകത്ത് ഇട്ടിട്ട് താഴെ ഒരു n കൊടുത്തു. ഇതാരാണ്?
PVC, പോളിവിനൈൽ ക്ലോറൈഡ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടെഫ്ലോണെ കുറിച്ചാണ്. ടെഫ്ലോൺ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെയൊക്കെ പുറത്തെ ആ സർഫസിൽ കണ്ടിട്ടുണ്ടോ? ഒരു കറുപ്പ് കളറിൽ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു ആവരണം. ആ ആവരണം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ ടെഫ്ലോൺ കൊണ്ടാണ് കേട്ടോ. അപ്പൊ ടെഫ്ലോൺ എന്ന് പറയുന്നത് നോൺ സ്റ്റിക്ക് പാചക പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇനി ടെഫ്ലോണിന്റെ പോളിമറൈസേഷൻ നമുക്കൊന്ന് നോക്കിയാലോ. ടെഫ്ലോണിന്റെ മോണോമർ ആണ് ടെട്രാഫ്ലൂറോ ഇഥീൻ. ഈ ടെട്രാഫ്ലൂറോ ഇഥീൻ മോളിക്യൂളിനെ ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കേ. എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇഥീൻ എന്ന മോളിക്യൂൾ നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് ഇഥീൻ? CH2 ഡബിൾ ബോണ്ട് CH2 ആണ്. ഈ എച്ചിന് പകരം ഇവിടെ F വന്നു അല്ലെ. അപ്പം ടോട്ടൽ എത്ര F ഉണ്ട്? രണ്ടും 4 F. അതുകൊണ്ട് ടെട്രാ. F ആയതുകൊണ്ട് ഫ്ലൂറോ. അപ്പം ടെട്രാഫ്ലൂറോ ഇഥീൻ. അതാണ് ആരുടെ മോണോമർ? നമ്മുടെ ടെഫ്ലോണിന്റെ മോണോമർ ടെട്രാഫ്ലൂറോ ഇഥീൻ. ടെഫ്ലോൺ എന്ന് പറയുന്നത് ഒരു കോമൺ നെയിം ആണ് കേട്ടോ. ടെഫ്ലോണിന്റെ കെമിക്കൽ നെയിം എന്താണെന്നറിയോ? പോളി ടെട്രാ ഫ്ലൂറോ ഇഥീൻ എന്നാണ് ടെഫ്ലോണിന്റെ കെമിക്കൽ നെയിം. അതായത് ടെട്രാഫ്ലൂറോ ഇഥീന്റെ മുന്നിൽ ഒരു പോളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് അതിന്റെ പോളിമർ കിട്ടി. പക്ഷെ അതിന്റെ കോമൺ നെയിമിലാണ് അത് എപ്പോഴും അറിയപ്പെടുന്നത്, ടെഫ്ലോൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. ടെഫ്ലോൺ എന്ന് പറയുന്നത് എന്താ? CF2 ഡബിൾ ബോണ്ട് CF2. N നമ്പർ ഓഫ് ടെഫ്ലോൺ അല്ല കേട്ടോ, സോറി, ടെട്രാഫ്ലൂറോയിഥീൻ. ടെട്രാഫ്ലൂറോയിഥീൻ ആണ് CF2 ഡബിൾ ബോണ്ട് CF2 N നമ്പേഴ്സ് അല്ലെ. അത് പോളിമറൈസേഷൻ നടന്നിട്ട് നമുക്ക് എന്താ കിട്ടുക? ടെഫ്ലോൺ കിട്ടും. CF2 സിംഗിൾ ബോണ്ട് CF2. അപ്പുറം ഇപ്പുറം ഓരോ വര ഇടണം, ബ്രാക്കറ്റിനകത്താക്കണം, താഴെ N ഇടണം. ഇത് ആരാണ്? ടെഫ്ലോൺ. ടെഫ്ലോൺ അല്ലെങ്കിൽ പോളി ടെട്രാഫ്ലൂറോ ഇഥീൻ. പോളി ടെട്രാഫ്ലൂറോ ഇഥീൻ മോളിക്യൂളാണിത്. ഓക്കെ, അപ്പം ഇത്രയും കെമിക്കൽ റിയാക്ഷൻസ് ആണ് പോളിമറൈസേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 ഇക്വേഷൻസ് നന്നായി എഴുതി പഠിക്കണം കേട്ടോ. നന്നായി എഴുതി നിങ്ങളുടെ മനസ്സിൽ ഉറച്ചാൽ മാത്രമാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് നന്നായി കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 123 നമുക്കൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പൂർത്തിയാക്കാം. നമുക്ക് 3 പേര്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പൂർത്തിയാക്കാം കേട്ടോ. അപ്പൊ പോളിമർ തന്നിട്ടുണ്ട് അല്ലെ, അതിന്റെ മോണോമർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് പോളിമർ തന്നിരിക്കുന്നത്? പോളിവിനൈൽ ക്ലോറൈഡ്. ആരാണ് പോളിവിനൈൽ ക്ലോറൈഡിന്റെ മോണോമർ? ആരാണ്? വിനൈൽ ക്ലോറൈഡ് അല്ലെ, വിനൈൽ ക്ലോറൈഡ്. ഇനി അതിന്റെ യൂസ് എന്താണ്? നമുക്കറിയാം PVCയുടെ യൂസ്. PVC നമ്മൾ പൈപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് വണ് ഇഥീൻ. മോണോമർ ഇഥീൻ ആയിട്ടുള്ളത് ഏത് പോളിമറിന്റെയാണ്? പോളിമർ നമ്മൾ പറയുമ്പോൾ പോളി, ഇതിന്റെ മുന്നിൽ ഒരു പോളി കൂടി ചേർത്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പോളിത്തീൻ എന്ന് കിട്ടും. പോളിത്തീൻ, പോളിഇഥീൻ. എന്താണ് പോളിത്തീന്റെ യൂസ്? നമ്മൾ ടോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ക്യാരി ബാഗ്സ് ആയിട്ട് യൂസ് ചെയ്യും പോളിത്തീൻ അല്ലെ. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐസോപ്രീൻ. ഐസോപ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള മോണോമർ ആരുടെ, ഏത് പോളിമർ ആണ് ഉണ്ടാക്കുന്നത്? പോളി ഐസോപ്രീൻ എന്ന പോളിമർ ഉണ്ടാക്കും. ഈ പോളി ഐസോപ്രീൻ അറിയപ്പെടുന്നത് ആരായിട്ടാണ്? നാച്ചുറൽ റബ്ബർ കേട്ടോ. നമ്മുടെ പ്രകൃതിദത്ത റബ്ബർ ആണ് പോളി ഐസോപ്രീൻ. നന്നായി പഠിച്ചോ. പോളി ഐസോപ്രീൻ നാച്ചുറൽ റബ്ബർ ആണ്. അതിന്റെ മോണോമർ ഐസോപ്രീൻ ആണ്. ഇനി ഇതിന്റെ യൂസ് എന്താണ്? മെയിൻ ആയിട്ട് നമ്മൾ ടയറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റബ്ബർ യൂസ് ചെയ്യും. ഇനി ടെഫ്ലോൺ പോളിമർ, അതിന്റെ മോണോമർ ആരാണ്? പറഞ്ഞേ, ആരാണ് ടെഫ്ലോണിന്റെ മോണോമർ? ടെട്രാ ഫ്ലൂറോ ഈഥീൻ അല്ലേ. ഇനി ടെഫ്ലോണിന്റെ യൂസ് എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, എന്തായിരുന്നു? നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ യൂസ് ചെയ്യും. നോൺ സ്റ്റിക്ക് യൂട്ടൻസിൽസിന്റെ സർഫസ് ഔട്ടർ കവറിംഗ് ആയിട്ട് നമ്മൾ ടെഫ്ലോൺ ആണ് ഉപയോഗിക്കുക അല്ലെ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ 3 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആദേശ രാസപ്രവർത്തനം, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, അഡീഷൻ രാസപ്രവർത്തനങ്ങൾ, പോളിമറൈസേഷൻ. 4മത്തെയാണ് ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം.
കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ ആദ്യം ഒന്ന് നോക്കാം. ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ ഇവ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാവുന്നു. ഇവിടെ ശ്രദ്ധിച്ചേ, ഹൈഡ്രോ കാർബണുകൾ കത്തുകയാണ്. ഹൈഡ്രോ കാർബണുകൾ ആരൊക്കെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്? മണ്ണെണ്ണ ഉണ്ട്, പെട്രോൾ ഉണ്ട്, LPG ഉണ്ട്, പിന്നെ ഡീസൽ ഉണ്ട്. ഇതൊക്കെ ഹൈഡ്രോ കാർബണുകളാണ് അല്ലെ. കത്തുമ്പോ എന്താണ്? കത്തുമ്പോ നമ്മുടെ വായുവില് കത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട്. ആരാണത്? വായുവിലെ കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആരാണ്? ഓക്സിജൻ അല്ലെ. അപ്പോ ഇത് കത്തുമ്പോ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഓക്സിജൻ, വായുവിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് 2 ആൾക്കാർ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ആരൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ. ഇത് മനസ്സിലാക്കി വെച്ചോ, ഓർമ്മിച്ചു വെച്ചോ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന കെമിക്കൽ റിയാക്ഷൻ, ഓർഗാനിക് റിയാക്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതിലാണ്? കമ്പസ്റ്റനിലാണ് കേട്ടോ, ജ്വലനം. അപ്പം ഈ പ്രവർത്തനത്തെ ജ്വലനം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതൊന്ന് നോക്കിക്കേ, ഒരു സിമ്പിൾ ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. ഇത് ആരാണ്? ഇതിന്റെ പേര് മീതെയിൻ അല്ലെ. CH4 ആണ് മീതെയിൻ. മീതെയിൻ ജ്വലനത്തിന് വിധേയമാകുമ്പോൾ, അതായത് മീതെയിൻ കത്തുമ്പോൾ നമ്മുടെ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്നു. നമ്മുടെ എയറിലുള്ള ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ടായിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടറും ഉണ്ട്. അതിന്റെ കൂടെ ഹീറ്റും ലൈറ്റും ഉണ്ടാവുന്നു. എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പം താപം ഉണ്ട്, ഇവിടെ പ്രകാശം ഉണ്ട്, ഹീറ്റും ലൈറ്റും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ 2 പ്രൊഡക്റ്റ് ആണ് മെയിൻ. നന്നായി മനസ്സിലാക്കുക. കമ്പസ്റ്റൻ റിയാക്ഷൻസിലാണ് എന്താണ് 2 പ്രൊഡക്ട്സ് ഉണ്ടാവുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ പഠിച്ചു താപവും പ്രകാശവും അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷന്റെ അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനത്തിന്റെ ഉൽപ്പന്നമായിട്ട് താപം പുറത്തു വിടുന്നുണ്ടെങ്കിൽ അത് എന്ത് തരം രാസപ്രവർത്തനമാണ്? താപാകിരണമാണോ താപമോചകമാണോ? താപം ആകിരണം ചെയ്യാണോ ഇവിടെ ചെയ്യുന്നത്? അല്ല അല്ലെ. താപമോചകമാണ് അല്ലെ. താപം പുറത്തുവിടുക ചെയ്യുന്നത്. രാസപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് താപം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? താപമോചക പ്രവർത്തനങ്ങൾ. അതായത് എക്സോതെർമിക് റിയാക്ഷൻസ്. എക്സോതെർമിക് ഈ ഒരു റിയാക്ഷൻ, ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം, കമ്പസ്റ്റൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഹൈഡ്രോ കാർബണുകളെ നമ്മൾ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? ജ്വലനത്തിന്റെ ഭാഗമായിട്ട് താപം അവിടെ പുറത്തു വിടുക ചെയ്യുന്നത്. താപമോചക പ്രവർത്തനങ്ങളായതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ LPGയും പിന്നെ പെട്രോള്, ഡീസല്, മണ്ണെണ്ണ ഇതൊക്കെ കത്തുമ്പം ഒരുപാട് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. So they are exothermic reactions and therefore they are used as fuels. Okay, അപ്പൊ ഇതാണ് ഈ ഒരു സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ചോദിക്കും, ഇന്ധനമായിട്ട് ഹൈഡ്രോ കാർബണുകളെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഹൈഡ്രോ കാർബണുകൾ ജ്വലനത്തിന് വിധേയമാകുമ്പോൾ അവ താപത്തെ പുറത്തുവിടുന്നു. താപമോചക പ്രവർത്തനങ്ങളായതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ SLC ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങൾ ഓരോ സെന്റൻസും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നന്നായി പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് ആക്കി വെക്കുക. അതായത് കാണാപ്പാഠം പഠിക്കണം എന്നല്ല, ഒക്കെ മനസ്സിലാക്കി വെക്കണം. കാരണം ഓരോ സെന്റൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ABCD പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കുറെ സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ കുഞ്ഞു കുഞ്ഞു സെന്റൻസിന്റെ ഇടയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അപ്പൊ അതൊക്കെ നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഒരു ഇത് നോക്കിക്കേ, ഗാർഹിക ഇന്ധനമായ LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ ആരാണ്? C4H10 ആണ് അല്ലെ. അപ്പൊ ബ്യൂട്ടൈൻ കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം നമുക്കൊന്ന് എഴുതിയാലോ. അപ്പൊ കത്തുമ്പോ ബ്യൂട്ടൈൻ ആണ് C4H10. കത്തുമ്പോ അത് ആരായിട്ട് കമ്പൈൻ ചെയ്യും? നമ്മുടെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും അല്ലെ. അപ്പൊ O2 gives എന്താണ് ഉണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, വാട്ടറും ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഹീറ്റും ഉണ്ട്, താപമുണ്ട്, പ്രകാശമുണ്ട്. ഹീറ്റ് ആൻഡ് ലൈറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ്. ഇനി നോക്കിക്കേ, നമുക്ക് ഇതൊന്ന് ബാലൻസ്ഡ് ഇക്വേഷൻ ആക്കിയാലോ. അപ്പൊ ഇതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ 2C4H10 plus 13O2 gives
8CO2 പ്ലസ് 10H2O. ഇതാണ് അതിന്റെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതൊന്നും നന്നായി എഴുതി പഠിച്ചോട്ടോ. കാരണം ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബാലൻസ്ഡ് ഇക്വേഷൻ ഒക്കെ എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു രാസപ്രവർത്തനമാണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ്. വിഘടനം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവുന്നുണ്ട് അല്ലെ, വിഘടിക്കുക ചെയ്യുന്നത്, അതായത് പൊട്ടി പൊട്ടി പോവുക അല്ലെ. അപ്പൊ ഏകദേശം ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും. എന്തായാലും നമുക്ക് വായിച്ചു നോക്കാം. തന്മാത്രാ ഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രക്രിയയാണ് താപീയ വിഘടനം. അതായത് നല്ല നീളമുള്ള ചെയിൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് എങ്ങനെയാണ് പൊട്ടിപ്പോകുന്നത്? വെറുതെ നമ്മൾ ചൂടാക്കുമ്പോഴല്ലോ ആണോ? അല്ല, വായുവിന്റെ അസാന്നിധ്യത്തിലാണ്. അവിടെ എയറിന്റെ പ്രസൻസ് ഇല്ല, ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. വായുവിന്റെ അസാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവ വിഘടിച്ചു പോകുന്നു, അതായത് പൊട്ടിയിട്ട് എങ്ങനെ ആവുന്നു? തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുന്നു. അപ്പൊ തന്മാത്രാ ഭാരം കൂടിയ ഹൈഡ്രോ കാർബണുകൾ പൊട്ടിയിട്ട് തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായിട്ട് മാറുന്നു. ഈ പ്രക്രിയയാണ് താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ്. നമുക്ക് ഇംഗ്ലീഷിലെ ഡെഫിനേഷൻ നോക്കാം. ഇവിടെ നോക്കിക്കേ. സം ഹൈഡ്രോ കാർബൺസ് വിത്ത് ഹൈ മോളിക്കുലർ മാസ് ഉള്ള ഹൈഡ്രോ കാർബണുകൾ വെൻ ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ അണ്ടർഗോ ഡീകമ്പോസിഷൻ ടു ഫോം ഹൈഡ്രോ കാർബൺസ് വിത്ത് ലോവർ മോളിക്കുലർ മാസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് തെർമൽ ക്രാക്കിംഗ്. അപ്പം ക്ലിയർ ആയല്ലോ. ഇനി തെർമൽ ക്രാക്കിംഗ് നടക്കാൻ സാധ്യതയുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ഹൈഡ്രോ കാർബൺ ആണ് പ്രൊപ്പെയിൻ. കാരണം എന്തായിരിക്കും? പ്രൊപ്പെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ, പൊട്ടി പോവാൻ, അതായത് തന്മാത്രാഭാരം കൂടുതലുള്ള ഒരു ഹൈഡ്രോ കാർബൺ വിഘടിച്ചിട്ട് കുറവുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വിഘടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നീളെങ്കിലും വേണമല്ലോ അതിന്, അല്ലെ. അപ്പം അറ്റ്ലീസ്റ്റ് 3 കാർബൺ ആറ്റംസ് കൂടി ചേർന്നിട്ട് ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കണം. പ്രൊപ്പെയിൻ ആകുമ്പോൾ 3 കാർബൺ ആറ്റംസ് ഉണ്ട് അല്ലെ. അപ്പൊ അത് വിഘടിച്ചിട്ട് രണ്ട് കാർബണുകളുള്ള ഒരു കോമ്പൗണ്ടും ഒരു കാർബണുള്ള ഒരു കോമ്പൗണ്ടും ആയിട്ട് വിഘടിച്ചു പോകുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രൊപ്പെയിൻ പറയുമ്പോൾ CH3 CH2 CH3 ഇത് വിഘടിച്ചിട്ട് പോകുമ്പോൾ ഇതൊരു ആൽക്കെയിൻ ആണെങ്കിൽ, അത് എല്ലാതും സിംഗിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റില് ഒരു കോമ്പൗണ്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഒരു ഈഥെയിനും ഉണ്ടാവുന്നുണ്ട് അല്ലെ, പിന്നെ ഉണ്ടാവുന്നത് ഒരു മീഥെയിനാണ്. അപ്പം സിംഗിൾ ബോണ്ട് മാത്രമുള്ള ഒരു ഹൈഡ്രോ കാർബൺ റിയാക്ടന്റ് ആയിട്ട് വരുന്നു. അത് ഡീകമ്പോസിഷൻ നടന്നിട്ട് ഡബിൾ ബോണ്ട് ഉള്ള ഒരു പ്രൊഡക്റ്റും സിംഗിൾ ബോണ്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റും ഉണ്ടാവുന്നുണ്ട്. അപ്പം തെർമൽ ക്രാക്കിങ്ങിന്റെ ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ, അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ പ്രൊപ്പെയിൻ വിഘടിക്കുന്നതിന്റെ തെർമൽ ക്രാക്കിംഗ് ഓഫ് പ്രൊപ്പെയിൻ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. പ്രൊപ്പെയിനിന്റെ തെർമൽ ക്രാക്കിംഗ് നമുക്കൊന്ന് എഴുതി നോക്കാം. പ്രൊപ്പെയിൻ എന്ന് പറയുമ്പം CH3 CH2 CH3 ഇതാണ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിൻ ഏതൊക്കെ കണ്ടീഷനാണ് അത് മനസ്സിൽ വെക്കണം കേട്ടോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഇറ്റ് ഈസ് ഹീറ്റഡ്. ഓക്കെ, അങ്ങനെയാണ് അത് പൊട്ടി അതായത് ദേ അണ്ടർഗോ ഡീകമ്പോസിഷൻ. പൊട്ടി എന്നൊന്നും എഴുതി വെക്കരുത്. താപീയ വിഘടനത്തിന് വിധേയമാകുന്നു, തെർമൽ ഡീകമ്പോസിഷൻ നടക്കുന്നു. അപ്പം എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഒന്ന് ക്രാക്ക് ചെയ്യുന്നു, ഇവിടെ ഒന്ന് ക്രാക്ക് ചെയ്യുന്നു, അവിടെ പൊട്ടിപ്പോകുന്നു. അപ്പം ഈ ബാക്കി ഇവിടെ ഉണ്ടാവുന്ന, അതായത് ഒന്ന് എന്തായിട്ട് മാറുന്നു? ഒന്ന് സിംഗിൾ ബോണ്ടാണ് CH4, മറ്റേത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറുന്നു. അതായത് 2 കാർബണുകൾക്ക് ഇടയിൽ ഡബിൾ ബോണ്ട്. അപ്പം നമുക്ക് അതിന്റെ വാലൻസി അനുസരിച്ചിട്ട് അത് ഫില്ല് ചെയ്യാം. ഇവിടെ 2 ഹൈഡ്രജൻ വരും, ഇവിടെയും 2 ഹൈഡ്രജൻ വരും. അപ്പം ഇവിടെ പ്രൊപ്പെയിൻ തെർമൽ ക്രാക്കിംഗ് നടക്കുമ്പം പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് മീതെയിൻ ഉണ്ട്. പിന്നെ ഇതാരാണ്? ഇതൊരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ, എത്തീൻ ആണ്. മനസ്സിലായോ? അപ്പം ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ when they undergo thermal cracking we will get one unsaturated hydrocarbon and a saturated hydrocarbon. ഒരു പൂരിത ഹൈഡ്രോ കാർബൺ താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ നമുക്ക് ഒരു അപൂരിത ഹൈഡ്രോ കാർബണുകളും ഒരു പൂരിത ഹൈഡ്രോ കാർബണും ഉൽപ്പന്നമായിട്ട് ലഭിക്കുന്നു തെർമൽ ക്രാക്കിങ്ങിൽ കേട്ടോ.
ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഹെപ്റ്റെയിനിന്റെ ഒരു തെർമൽ ക്രാക്കിങ്ങിന്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 124 കേട്ടോ, ഹെപ്റ്റെയിനിന്റെ തെർമൽ ക്രാക്കിംഗ്. അപ്പൊ ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ 8 കാർബൺ ആറ്റംസ് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ചെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, എവിടെ വെച്ച് ഇത് പൊട്ടിക്കണം, എവിടെ വെച്ചിട്ടാ തെർമൽ ക്രാക്കിംഗ് നടക്കുക. അത് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ താപീയ വിഘടനം നടക്കുമ്പോൾ അതിന്റെ വിഘടനത്തിന് വിധേയമാകുന്ന ഹൈഡ്രോ കാർബണുകളുടെ സ്വഭാവം, പിന്നെ അത് നടക്കുമ്പോൾ ആ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ താപനിലയും മർദ്ദവും അതിനനുസരിച്ചിട്ടാണ് വിഘടനം നടക്കുക. അപ്പം ഇത് എവിടെ വെച്ചിട്ട് നിങ്ങൾ തെർമൽ ക്രാക്കിംഗ് നടത്തിയാലും കറക്റ്റായിട്ട് ഏതെങ്കിലും ഒന്ന് എന്താണ് ഡബിൾ ബോണ്ടായിട്ടും മറ്റേത് സിംഗിൾ ബോണ്ടായിട്ടും എഴുതിയാൽ മതി. ഇത് എവിടെ വെച്ച് നിങ്ങൾ ബ്രേക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അതിന് ഇന്നത് ശരി ഇന്നത് തെറ്റെന്നൊന്നുമില്ല. പക്ഷെ വരുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് ഡബിൾ ബോണ്ട് ആയിരിക്കണം. ഏതെങ്കിലും 2 കാർബണുകളുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവണം. മറ്റേ പ്രൊഡക്റ്റ് 2 പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഒന്ന് ഒരു അൺസാച്ചുറേറ്റഡ് ഒരു അപൂരിത ഹൈഡ്രോ കാർബണും ഉണ്ടാവുന്നത്. ഇത് അപൂരിതാണ്, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഒരു പൂരിത ഹൈഡ്രോ കാർബണും ഉണ്ടാവുന്നുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താപീയ വിഘടനത്തിന് ഫലമായി ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക എന്നത് വിഘടനത്തിന് വിധേയമാകുന്ന ഹൈഡ്രോ കാർബണുകളുടെ സ്വഭാവം, താപനില, മർദ്ദം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഹെപ്റ്റെയിന്റെ വിഘടനം ഒന്ന് നമുക്ക് നോക്കിയാലോ. എന്തായാലും നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ലേ ഇത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എക്സാം ഹാളിൽ കൺഫ്യൂഷൻ ആയാലോ. അപ്പം ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഹെപ്റ്റെയിൻ ഇവിടെ തെർമൽ ക്രാക്കിംഗ് നടക്കുമ്പോൾ നമുക്കൊരു ബ്യൂട്ടെയിനും ഉണ്ടാവുന്നുണ്ട്, പ്രൊപ്പീനും ഉണ്ടാവുന്നുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലെ. ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ 8 കാർബൺ ആറ്റംസ്. അപ്പം CH3, CH2, 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 7, CH3. ഇതാണ് നമ്മുടെ ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിൻ താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്ത പോലെയാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞു തരുന്നത്. ഒരു പ്രൊപ്പീൻ, അതായത് ഇവിടെ 3 കാർബണുകളുടെ ഇടയിൽ വെച്ചിട്ട് ഇവിടെ ക്രാക്കിംഗ് നടക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരച്ചു വെക്കാം. തെർമൽ ക്രാക്കിംഗ് നടക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോവാണ്ടിരിക്കാനാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ചെറിയ ഹൈഡ്രോ കാർബൺ എഴുതാം. പ്രൊപ്പീന ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും 2 കാർബൺ ആറ്റംസിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട്, CH2 ഡബിൾ ബോണ്ട്, ഇവിടെ CH വരുള്ളൂ, പിന്നെ ഇവിടെ CH3. ഇതല്ലേ നമ്മുടെ പ്രൊപ്പീൻ. അതാണ് ഒരു അപൂരിത ഹൈഡ്രോ കാർബൺ ആയി. ഇനി അടുത്തത് പൂരിത ഹൈഡ്രോ കാർബൺ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 കാർബൺ ആറ്റംസ് ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ. CH3, CH2, CH2. ഇത് പൂരിതാണ് കേട്ടോ. CH3 സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണേ. ഇതെന്താ ഇതിന്റെ പേര്? ബ്യൂട്ടെയിൻ അല്ലെ, ബ്യൂട്ടെയിൻ. അപ്പൊ മനസ്സിലായല്ലോ. ഹെപ്റ്റെയിന്റെ തെർമൽ ക്രാക്കിങ്ങില് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്ത പോലെ ഇപ്പൊ തൽക്കാലം നമുക്ക് പഠിക്കാം. പക്ഷെ ആക്ച്വലി ഇങ്ങനെ തന്നെ വിഘടനം നടക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി പ്രൊഡക്റ്റ് ഏതാന്ന് ഓർമ്മ വരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് വിഘടനം നടത്താം. പക്ഷെ എഴുതുമ്പം ഒരെണ്ണം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കണം ഡബിൾ ബോണ്ട് ഉള്ളത്, 1 സാച്ചുറേറ്റഡ് ആയിരിക്കണം സിംഗിൾ ബോണ്ട് മാത്രം ഉള്ളത്. 2 പ്രൊഡക്റ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധമാണ് കേട്ടോ. താപീയ വിഘടനത്തിന്റെ ഒരു അപ്ലിക്കേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 125 തുടക്കത്തിൽ നോക്കിക്കേ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരത്തിൽ താപീയ വിഘടനം നടത്തി ലഘുവായ തന്മാത്രകളാക്കി മാറ്റാൻ കഴിയും. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പോളിമർ ആണ് അല്ലെ. പ്ലാസ്റ്റിക് എന്താ പോളിമറിന്റെ പ്രത്യേകത? നല്ല നീളമുള്ള മാക്രോ മോളിക്യൂൾസ് ആണ് പോളിമേഴ്സ് അല്ലെ. അപ്പം പെട്ടെന്ന് വിഘടിക്കും. നീളമുള്ള ഹൈഡ്രോ കാർബണുകളാണ്. അപ്പം പെട്ടെന്ന് വിഘടിച്ചിട്ട് എന്താണ് സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് മാറും. അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണിത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ താപീയ വിഘടനം നടത്തി ലഘുവായ തന്മാത്രകളാക്കി മാറ്റാൻ കഴിയും. അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്താണ് ഗുണം? മലിനീകരണം നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഫിൽ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ ഈ ഒരു ചാപ്റ്ററിൽ 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയായിരുന്നു? ആദേശ രാസപ്രവർത്തനം,
പിന്നെന്താ അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ, കമ്പസ്റ്റൻ, പിന്നെ തെർമൽ ക്രാക്കിംഗ് അല്ലെ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാന്ന് കണ്ടെത്തിയിട്ട് ചിലതിന്റെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, ചിലതിന്റെ റിയാക്ടൻസ് തന്നിട്ടില്ല അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് നോക്കിക്കേ, ഒരു ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ എന്താ പ്രൊഡക്റ്റ് വരിക? ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഹൈഡ്രജൻ വന്നിട്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ്. എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും ഇത്? അഡീഷൻ റിയാക്ഷൻ അല്ലെ. അഡീഷൻ രാസപ്രവർത്തനമാണിത്, അഡീഷൻ ആണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്ത് വരും? 2 ഹൈഡ്രോ കാർബണുകളിൽ ഒരെണ്ണം ആദ്യത്തെ കാർബണിലും രണ്ടാമത്തെ ഹൈഡ്രജൻ രണ്ടാമത്തെ കാർബണിലും വരും. അപ്പൊ എന്ത് വരും? ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും, CH2 ആവും, ഡബിൾ ബോണ്ട് CH2. ഇനി സെക്കൻഡ് ബോണ്ട് നോക്കിക്കേ, CH3Cl പ്ലസ് Cl2. ഇവിടെ എന്താ പ്രത്യേകത? CH3Cl പ്ലസ് Cl2, ക്ലോറിൻ ഒരു CH3Cl എന്താ ക്ലോറോമീഥൈന്റെ കൂടെ ഇവിടെ റിയാക്ട് ചെയ്യാണ്. ഇവിടെ എന്താ സംഭവിക്കുക? 3 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലെ. ഈ ഹൈഡ്രജൻ ആറ്റംസിന് ക്ലോറിൻ എന്ത് ചെയ്യും? അവിടെ റീപ്ലേസ് ചെയ്യും അല്ലെ. 2 ക്ലോറിൻ ഉണ്ട്, ഒരു ക്ലോറിൻ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് CH3 എന്നുള്ള CH2 ആയിട്ട് മാറും. ഇനി ഒരു ഹൈഡ്രജൻ എങ്ങോട്ട് പോയിട്ടുണ്ട്? ഇവിടെ പ്രൊഡക്റ്റ് നോക്കിക്കേ, ഇവിടെ ഒരു HCl കണ്ടു കഴിഞ്ഞ് ഉറപ്പിച്ചോ, ഇത് എന്ത് റിയാക്ഷൻ ആണ്? ആദേശ രാസപ്രവർത്തനമാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ, ആദേശ രാസപ്രവർത്തനമാണ് അല്ലെ. HCl പ്രൊഡക്റ്റ് നോക്കിയാൽ മതി കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് സൈഡിൽ നോക്കി HCl ഉണ്ടോ ഉറപ്പിച്ചോ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം ഇവിടെ എന്താ അടുത്ത പ്രൊഡക്റ്റ് എന്താ വരിക? ഒരു Cl ഇവിടെ റീപ്ലേസ് ചെയ്തു ഹൈഡ്രജനെ. അപ്പൊ എന്ത് വരും? 2 ഹൈഡ്രജൻ ആയിട്ട് മാറും, CH2. പിന്നെ ഇവിടെ ഓൾറെഡി ഒരു Cl ഉണ്ട്, അതിന്റെ കൂടെ ഒരു Cl കൂടി വന്നു, അപ്പം CH2Cl2 അല്ലെ. ഇതല്ലേ പ്രൊഡക്റ്റ് വരിക. ഇനി അടുത്തത് നോക്കിക്കേ, നമുക്ക് റിയാക്ടന്റ് തന്നിട്ടില്ല, പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്, ഉൽപ്പന്നം മാത്രമേ തന്നിട്ടുള്ളൂ. ഉൽപ്പന്നത്തിന്റെ ഭാഗത്ത് നോക്കിയാൽ N കണ്ടോ? N കണ്ടാൽ എന്താണെന്ന് ഉറപ്പിച്ചോ? പോളിമറൈസേഷൻ ആണ് അത് കേട്ടോ, പോളിമറൈസേഷൻ. അപ്പൊ എന്തായിരിക്കും അതിന്റെ റിയാക്ടന്റ് വരിക? CH2CH2. അപ്പൊ ഈഥീൻ ആയിരിക്കും അല്ലെ. 2 കാർബൺ ആണ് ഇവിടെ ഉള്ളത്, അപ്പം ഉറപ്പിച്ചോ ഇത് ഈഥീൻ ആണ്. അപ്പം CH2 ഡബിൾ ബോണ്ട് CH2, N അല്ലെ. N ഈഥീൻ തന്മാത്രകൾ കൂടി ചേർന്നിട്ട് പോളിത്തീനായിട്ട് മാറുന്ന പ്രവർത്തനമാണിത്. ഇനി അടുത്തത് നോക്കിക്കേ, CH4 പ്ലസ് ഡാഷ് ഗിവ്സ് CO2 പ്ലസ് H2O. പ്രൊഡക്റ്റ് സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടെങ്കിൽ അത് എന്ത് രാസപ്രവർത്തനമാണെന്നാണ് നമ്മൾ പഠിച്ചത്? കമ്പസ്റ്റൻ ആണ് അല്ലെ. കമ്പസ്റ്റൻ ആണത്, ജ്വലനാണത്, ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. എന്തായിരിക്കും ഇതില്? മീഥൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്താലാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടുക? ഓക്സിജനുമായിട്ട് അല്ലെ. അടുത്തത് നോക്കിക്കേ, നമുക്ക് ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട്, ഏതൊരു റിയാക്ടന്റുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കെയിൻ ആണ്. ഏതാണ്? ഈഥൈൻ കിട്ടുന്നുണ്ട്. എന്തായിട്ടായിരിക്കും ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുക? ഹൈഡ്രജൻ അഡീഷൻ ആയിരിക്കും അല്ലെ. അഡീഷൻ ആയിരിക്കും. അതായത് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉള്ള ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഏതായിരിക്കും അത്? എത്തീൻ ആയിരിക്കും. എത്തീനില് ഓരോ കാർബണിന്റെ അടുത്തേക്കും ഈ 2 ഹൈഡ്രജനിലത്തെ ഓരോ ഹൈഡ്രജനും പോയിട്ട് നമുക്ക് ഈഥൈൻ കിട്ടും. റിയാക്ഷന്റെ പേരെന്താണ്? അഡീഷൻ. ഇപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഓരോ കെമിക്കൽ റിയാക്ഷൻസും ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പൂരിപ്പിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഇത് ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം ഇതൊന്ന് പൂരിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തതും ഒരു എക്സസൈസ് ആണ്. നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അപ്പൊ അഭികാരകങ്ങളുണ്ട്, ഉൽപ്പന്നങ്ങളുണ്ട്, രാസപ്രവർത്തനത്തിന്റെ പേരും തന്നിട്ടുണ്ട്. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അനുയോജ്യമായവ കണ്ടെത്തി ചേർത്തെഴുതുക. എങ്ങനെ ചേർത്തെഴുതുക? ഫസ്റ്റ് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഏതാണ്? CH3 ഈഥൈന് ക്ലോറിനുമായിട്ട് ചേരുന്നിട്ട് ഇത് എന്താ സംഭവിക്കുക? ഇത് എന്ത് റിയാക്ഷൻ ആയിരിക്കും? ക്ലോറിനുമായിട്ട് ചേരുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ക്ലോറിൻ ഇതിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും അല്ലെ, ആദേശം ചെയ്യും അല്ലെ. ഇത് ആദേശ രാസപ്രവർത്തന ആണ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കിയാലോ. CH3 Cl2
ഒരു ഹൈഡ്രജനെ ക്ലോറിൻ റീപ്ലേസ് ചെയ്തിട്ട് എന്തുണ്ടാവും? CH3CH2Cl. അതിന്റെ കൂടെ ഒരു HCl കൂടി ഉണ്ടാവും. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ കാണാന്നുണ്ടോ? നോക്കിക്കേ. അതാ നോക്കിക്കേ, നാലാമത്തത് അല്ലെ. ഇതുമായിട്ട് യോജിപ്പിക്കാം. ആദേശ രാസപ്രവർത്തനം അല്ലെ, ആദേശ രാസപ്രവർത്തനം. ക്ലിയർ ആയോ? ഇനി അടുത്തത് C2H6+O2. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഏതാ നമ്മൾ അങ്ങനെ ഒരു രാസപ്രവർത്തനം പഠിച്ചത്? ഓക്സിജനുമായിട്ട് കത്തുന്നത് അല്ലെ, കമ്പസ്റ്റൻ ആണ്. അപ്പൊ എന്തായിരിക്കും പ്രൊഡക്റ്റ് വരിക? കമ്പസ്റ്റനില്, ജ്വലനത്തില്, ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനത്തിലെ ഉൽപ്പന്നങ്ങളായിട്ട് ആരാ വരിക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഇതിൽ എവിടെയാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉള്ളത്? ഇത് അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇതും തമ്മിൽ യോജിപ്പിക്കാം. എന്ത് പ്രവർത്തനമാണത്? ജ്വലനം അല്ലെ, കമ്പസ്റ്റൻ, ജ്വലനം. ഓക്കെ. ഇനി മൂന്നാമത്തത് NCH2+CH2. N എന്ന് പറഞ്ഞാൽ എന്താണത്? പോളിമറൈസേഷൻ ആണ്. പ്രൊഡക്റ്റിലും ഒരു N ഉണ്ടാവും. നോക്കിക്കേ, ഇവിടെ കിടക്കുന്നു N അല്ലെ. അപ്പൊ നമുക്ക് ഇത് യോജിപ്പിക്കാം, പോളിമറൈസേഷൻ. അടുത്തത് നാലാമത്തത് CH3CH2CH3. ഇവിടെ അഭികാരകങ്ങളായിട്ട് ഒരൊറ്റ റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. ഏതായിരിക്കും ആ റിയാക്ഷൻ? ഏത് റിയാക്ഷൻ ആയിരിക്കും ഇത്? തെർമൽ ക്രാക്കിംഗ് ആവും അല്ലെ. തെർമൽ ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിന്റെ അസാന്നിധ്യത്തില് താപീയ വിഘടനം നടക്കുകയാണ് അല്ലെ. വിഘടിച്ചിട്ട് ആരാവും? ഒരു അപൂരിത ഹൈഡ്രോ കാർബൺ, ഒരു ഡബിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബണും ഉണ്ടാവും, ഒരു സിംഗിൾ ബോണ്ടും ഉണ്ടാവും. ഇതല്ലേ ഇതിന്റെ പ്രൊഡക്റ്റ് വരിക? എന്ത് വരും? തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. ഇനി അടുത്തത് CH3+CH+H2. ഇത് എന്തായിരിക്കും? ഹൈഡ്രജൻ അപ്പറേം ഇപ്പറേം ഓരോ കാർബണിലും ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഒരു ഡബിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. എന്തായിരിക്കും അത്? CH2+CH2. ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണിത്? അഡീഷൻ ആണ് അല്ലെ. അഡീഷൻ രാസപ്രവർത്തനമാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിന്റെ 3 വീഡിയോകളിലായിട്ട് ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാന രാസപ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പം 5 എണ്ണം നമ്മൾ പഠിച്ചു അല്ലെ. അതൊക്കെ കുറേ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്നും മാറിപ്പോവാണ്ട് നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഓരോന്നും നന്നായി എഴുതി പഠിക്കുക അല്ലെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസും കമന്റ് ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ചില പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കാം. താങ്ക് യു.